CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരം. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ച പട്ടികയെ എതിർത്ത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള DL കാരാടാണ് മത്സരിച്ചത്. 85 അംഗ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചപ്പോൾ മഹാരാഷ്ട്ര UP ഘടകങ്ങളാണ് എതിർപ്പ് അറിയിച്ചത്. ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള പുതുമുഖങ്ങൾ. കിസാൻ സഭാ നേതാവും മലയാളിയുമായ വിജു കൃഷ്ണൻ ഉൾപ്പെടെ 8 പേർ പുതിയതായി PBയിൽ ഇടം പിടിക്കും. വി അരുൺ ചേരുന്നു. അരുൺ, ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നല്ലോ UP മഹാരാഷ്ട്ര ഘടകങ്ങളിൽ നിന്നുള്ള ഉണ്ടായത്. എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത്? മത്സരത്തിൽ ഉണ്ടായ നീക്കങ്ങൾ എന്തായിരുന്നു? സൈദ്, ഇപ്പോഴും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. നാസിക്കിൽ നിന്നുള്ള കർഷക നേതാവ് DL കാരാടാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ പേര് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറ്റൊരു പ്രതിനിധി നിർദ്ദേശിക്കുകയായിരുന്നു. അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കാൻ തയ്യാറായി. അതിന്റെ വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അദ്ദേഹം അതിനുശേഷം നമ്മോട് സംസാരിക്കുക. അദ്ദേഹം ഈ പാർട്ടി കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം ഇവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് വൈകുന്നേരം 4 മണിക്കോ മറ്റോ ഇവിടെ നിന്ന് മധുരയിൽ നിന്ന് വിമാനമുണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. അതിനുകൊണ്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോകുന്നത്. താൻ മത്സരിച്ചത് എതിർപ്പ് അറിയിക്കാൻ തന്നെയാണ്. കാരണം ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക്, അവരുടെ നേതാക്കൾക്ക് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. അതിലെ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് താൻ മത്സരിച്ചത്. പക്ഷേ മത്സരിച്ചു കഴിഞ്ഞു. അത് വോട്ടെണ്ണിയാൽ അതിന്റെ ഫലം എന്തോ ആയിക്കോട്ടെ, പാർട്ടി തീരുമാനത്തിനൊപ്പം താൻ ഉറച്ചു നിൽക്കും. പാർട്ടിക്കാരത്തെ നിലകൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ടാണ് DL കാരാട് ഇവിടെ നിന്ന് പോയത്. അദ്ദേഹം നാസിക്കിലുള്ള വളരെ പ്രധാനപ്പെട്ട കർഷക നേതാവാണ്. കർഷകർക്ക്, തൊഴിലാളികൾക്ക് കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിച്ചപ്പോൾ അതിൽ പ്രാതിനിധ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ തങ്ങൾ ഇനിയും പ്രതിനിധികൾ വേണ്ടിയിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് DL കാരാട് മത്സരിക്കാൻ തയ്യാറായത്. അത് CPM നേതൃത്വത്തെ യഥാർത്ഥം ഞെട്ടിച്ച സംഭവം കൂടിയായിരുന്നു. കാരണം എല്ലാം ഏകകണ്ഠമായി മുന്നോട്ട് പോകുന്ന നിലപാടായിരുന്നു നേതൃത്വത്തിനുള്ളത്. അങ്ങനെയാണ് 85 അംഗ പാനൽ, 84 പേരും ഒരു സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ടുള്ള പാനലാണ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചത്. ആ പാനലിനെതിരെയാണ് മത്സരമുണ്ടായത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധിയും ഈ തീരുമാനത്തിലെ ഈ പാനലിലെ എതിർപ്പ് അറിയിച്ചു. മത്സരം വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചു. പക്ഷെ അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രതിനിധിയും മത്സരിക്കാനുള്ള താല്പര്യം മുന്നോട്ട് വച്ചു, അല്ലെങ്കിൽ ഈ പാനലിനെ എതിർത്തു. UP ഘടകത്തിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് ആദ്യം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത്. പക്ഷെ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായില്ല. പകരം മഹാരാഷ്ട്രയിൽ നിന്നും ഇതിനൊപ്പം തന്നെ എതിർപ്പുയർന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു പ്രതിനിധി DL കാരാടിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായത്. വലിയൊരു പ്രോസസ്സാണ് മത്സരം. കാണാൻ 811 പ്രതികളുള്ള നിരീക്ഷകരടക്കം 811 പ്രതികളുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. മുഴുവൻ പേരുടെയും അഭിപ്രായം രേഖപ്പെടുത്തണം. ആ നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്ര പ്രതിനിധികൾ, പഞ്ചാബിൽ നിന്നുള്ള പ്രതികൾ, മഹാരാഷ്ട്ര പ്രതികളുമൊക്കെ വിമാനം സമയമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പാർട്ടി കോൺഗ്രസിൽ നിന്ന് പോവുകയാണ്. ഏതായാലും മത്സരം നടന്നിരിക്കുന്നു. CPMന്റെ പാർട്ടി കോൺഗ്രസിൽ DL കാരാട് മത്സരിച്ചു. ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക്, സാധാരണ കർഷക തൊഴിലാളികൾക്കൊക്കെ ഈ പാനലിൽ പ്രാതിനിധ്യം കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായത്. അതിന്റെ ഭാഗമായുള്ള CPMന്റെ ഭരണഘടനയിൽ ഇത്തരത്തിലുള്ള മത്സരമൊക്കെ സ്വാഭാവികമായി പറഞ്ഞിട്ടുള്ളതാണ്. ആർക്കെങ്കിലും കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന പാനലിൽ എതിർപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായി മത്സരിക്കാം. ഒരു ജനാധിപത്യ പ്രക്രിയയാണ് പൂർണ്ണമായും ഈ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. അതിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എങ്കിലും ഏകകണ്ഠമായ ഒരു പാനലിനെ തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ഒരു ജനസംഖ്യ തിരഞ്ഞെടുക്കാനോ കഴിഞ്ഞില്ല എന്നത് ഒരു കളങ്കമായ ഒരുപക്ഷെ ഈ പാർട്ടി കോൺഗ്രസിൽ എക്കാലവും അവശേഷിക്കാം. ഏതായാലും മത്സരം നടന്നു എന്നത് വസ്തുതയാണ്. അത് സ്ഥിരീകരിച്ചുകൊണ്ട് കാരാട് തന്നെ നമ്മോട് സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ മടങ്ങിയിരിക്കുന്നു. വോട്ടെടുപ്പ് അല്പസമയത്തിനെ അവസാനിക്കും. ആ വോട്ടെടുപ്പിന് ശേഷം ഇദ്ദേഹം സ്വാഭാവികം വിജയിക്കുകയാണെങ്കിൽ ഒരാളെ ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ നേരത്തെ മുന്നോട്ട് വെച്ച പാനലുമായി മുന്നോട്ട് പോകാം. ആ കേന്ദ്ര കമ്മിറ്റി ചേർന്ന്, പുതിയ കേന്ദ്ര കമ്മിറ്റി ചേർന്ന് പൊളിറ്റ് ബ്യൂറോയും പുതിയ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കും. ജനറൽ സെക്രട്ടറിയായി MA ബേബി തന്നെ വരുമെന്ന ഉറപ്പാണ്. അരുൺ, തുടരുക. എന്തായാലും കാരാട് പറയുന്നത് പോലെ തന്നെ CPMന് വലിയ തരത്തിലുള്ള തൊഴിൽ കർഷക മുന്നേറ്റമുണ്ടായ ഇടമാണ് മഹാരാഷ്ട്ര. അവിടെ നിന്നാണ് ഇത്തരം എതിർ ശബ്ദം ഉയർന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അതിനുശേഷം അരുണിലേക്ക് മടങ്ങി വരാം. No. Some other comrades proposed my name. Okay. I said I gave consent for election. Then the election is over, na? Election is over, voting is over, counting is going on. But you are not waiting. You are not waiting. No. I have flight at 4 p.m. So I have to go. No. The reason is that we want that the comrades from trade unions and who are fighting class struggles at ground level, they should be given representation in the central committee.
അരുൺ, അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പോലെ CPM ദേശീയ തലത്തിൽ വലിയ കർഷക മുന്നേറ്റം, തൊഴിലാളി മുന്നേറ്റം അടുത്തിടെ നടന്ന ഇടമാണ് മഹാരാഷ്ട്ര സംസ്ഥാനം. അവിടെ തൊഴിലാളി ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന വാദം മഹാരാഷ്ട്രയിൽ നിന്ന് ഉയരുമ്പോൾ മറ്റാരും അത്തരം അഭിപ്രായമുള്ളവരില്ല എന്നതാണോ, അതോ മറ്റാരും ഇത് പരസ്യമായി ഉന്നയിച്ചില്ല എന്ന് വേണോ കരുതാൻ? മഹാരാഷ്ട്ര മാത്രമല്ല UP ഘടകവും വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത്. സഹിത്ത് ഈ പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ട് ഏറ്റവും അധികം CPM സ്വയംവിമർശമായി ചൂണ്ടിക്കാട്ടിയത് പാർട്ടി കേരളത്തിൽ പോലും പാർട്ടിയുടെ അംഗസംഖ്യ കുറയുന്നു. കേരളത്തിൽ പുതിയ അംഗങ്ങൾ വരുമ്പോഴും നേരത്തെയുള്ള ആളുകൾ കൊഴിഞ്ഞു പോകുന്നു. പക്ഷേ കൃത്യമായ ക്രമാനുഗതമായ ഒരു വളർച്ച CPM ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 12,807 അംഗങ്ങളായിരുന്നു ഇവിടെ 2021 ഉണ്ടായിരുന്നത്. 2022 ആയപ്പോൾ അത് 13,374 ഉയർന്നു. 2023 13,691 ഉയർന്നു. 2024 ആയപ്പോൾ അത് 14,406 അതായത് ക്രമാനുഗതമായ വളർച്ച, കൃത്യമായ വളർച്ച രേഖപ്പെടുത്തുന്ന CPM അംഗത്വത്തിൽ രാജ്യവ്യാപകമായ കൊഴിഞ്ഞുപോക്കുവെന്ന് ഉണ്ടാകുന്നുവെന്ന് പാർട്ടി നേതാക്കൾ തന്നെ പരിതപിക്കുമ്പോൾ അങ്ങനെയല്ലാത്ത ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഒരുപക്ഷെ കേരളത്തിന്റെ 11 ശക്തി പോലും മഹാരാഷ്ട്രയിൽ CPMന് ഉണ്ടാകില്ല. പക്ഷേ അവിടെ കൃത്യമായ വളർച്ച CPM എന്ന പാർട്ടിക്ക് ഉണ്ടാകുന്നു. അതിന് കാരണം കർഷക മുന്നേറ്റങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, ദില്ലിയെ ഞെട്ടിച്ച, ന്യൂഡൽഹി ഞെട്ടിച്ച കർഷക മുന്നേറ്റങ്ങളുടെ പ്രധാന സ്രോതസ്, പ്രധാന ശക്തി കേന്ദ്രം മഹാരാഷ്ട്രയായിരുന്നു. നമുക്കറിയാം, വലിയ ചെങ്കൊടിയുമേന്തി ആയിരക്കണക്കിന് കർഷകർ മാർച്ച് ചെയ്ത് നമ്മൾ കണ്ടതാണ്. അവിടെ മഹാരാഷ്ട്ര അതിൽ വലിയ പ്രധാന പങ്കുവഹിച്ച സ്ഥലമാണ്. നാസിക് അതിൽ പ്രധാന കേന്ദ്രമാണ്. അത്തരമൊരു സംസ്ഥാനത്ത് നിന്ന് നേതാക്കൾക്ക് മതിയായ പരിഗണന കിട്ടുന്നില്ല, ട്രേഡ് യൂണിയനിസ്റ്റുകൾക്ക് മതിയായ പരിഗണന കിട്ടുന്നില്ല എന്ന പരാതികൾ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ആ ഡെഡിക്കേഷന് അതിൽ വിഷമമുണ്ടായി കാണും. അതുകൊണ്ട് തന്നെയാണ് അവർ മത്സരിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെയാണ് DL കാരാട് മത്സരിക്കാൻ സന്നദ്ധനായത്. മത്സരിച്ച ശേഷവും അദ്ദേഹം പറഞ്ഞത് താൻ ഈ പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾ, ഈ വോട്ടിംഗിന്റെ നില എന്തായാലും, ആ റിസൾട്ട് എന്തായാലും പാർട്ടി എടുക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾക്കൊപ്പം താൻ അടിയുറച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പാർട്ടി കോൺഗ്രസ് വേദി വിട്ട് പോയത്. ഇത്തരം ചോദ്യം ചെയ്യലുകൾ സ്വാഭാവികമായി ഉയർന്നു വരുന്നത് ഒരു പുതിയ രീതിയായി CPMൽ കാണാം. കാരണം പലപ്പോഴും നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന പാനലുകൾ പൂർണ്ണമായി അംഗീകരിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായി ഇപ്പോൾ ഒരാൾ എങ്കിലും മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നു. തനിക്ക് വേണ്ടിയല്ല മത്സരിക്കുന്നത്, തന്റെ പേര് മറ്റു സഹാക്കൾ നിർദ്ദേശിക്കുകയായിരുന്നു. ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് പ്രാതിനിധ്യം കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, അത് പാർട്ടി അറിയിക്കാനാണ് മത്സരിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് DL കാരാട് ഈ മധുരയിലെ തമുക്കം ഗ്രൗണ്ടിലെ സീതാറാം യെച്ചൂരി നഗറിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നത്. അരുൺ, ഈ തൊഴിലാളി, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, പ്രത്യേകിച്ച് വളർച്ച രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിൽ ആ തരത്തിൽ പരിഗണന കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, ഇത്തരം അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയൊരു പുനഃപരിശോധന CPMന്റെ സംഘടനാ രീതിയിൽ ഉൾപ്പെട്ടതാണോ? പ്രത്യേകിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു ഒഴിവൊക്കെ നിലനിർത്തുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പുനഃപരിശോധനാ സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും അതിനി അറിയേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഈ വോട്ടെടുപ്പിന്റെ ഫലം വന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വോട്ടെടുപ്പ് ഏതാണ്ട് അവസാനിക്കേണ്ട സമയമായി എന്ന് വേണം നമുക്ക് കരുതാൻ. വോട്ടെടുപ്പിൽ കാരാടിന്റെ സ്ഥാനാർത്ഥിത്വത്തോട്, അല്ലെങ്കിൽ കാരാടിനെ CCയിലേക്ക് നിർദ്ദേശിച്ചുകൊണ്ട് മത്സരിക്കാൻ പറഞ്ഞ മഹാരാഷ്ട്ര ഘടകത്തിന്റെ തീരുമാനത്തോട് ഇത്ര പേർ അനുകൂലമായി വോട്ട് ചെയ്തു. കേരള ഘടകം ഉൾപ്പെടെയുള്ളവർ എങ്ങനെ നിലപാടെടുത്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭൂരിപക്ഷ അംഗങ്ങൾ പിന്തുണച്ചാൽ മാത്രമേ, അംഗീകരിച്ചാൽ മാത്രമേ സ്വാഭാവികമായും കാരാട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരൂ എന്നുള്ളത് വസ്തുതയാണ്. അത് അദ്ദേഹത്തിന് കഴിയുമോ എന്ന കാര്യമൊക്കെ ഇതിന്റെ ഫലം വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അതിനുശേഷവും എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. ഈ ഒരു ഒഴിവിട്ടേക്കുന്ന, സാധാരണ നേരത്തെയും ഒരു ഒഴിവ് കേന്ദ്ര കമ്മിറ്റി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒഴിച്ചിട്ടതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉൾപ്പെടുത്തിയ ഭാഗമായാണെന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത്തരം ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു CPM എപ്പോഴും അവകാശപ്പെടുന്ന ജനാധിപത്യ പാർട്ടിയാണ്. ഒരു തീരുമാനം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ, നേതൃത്വം ഒരു പാനൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ, അതിന് എതിരെ മത്സരിക്കാനുള്ള അവകാശം, ജനാധിപത്യ അവകാശം CPMൽ ഉണ്ട് എന്ന് നേതാക്കൾ എപ്പോഴും പറയാറുള്ളതാണ്. സ്വാഭാവികമായും അത് ശരിവയ്ക്കുന്നത് തന്നെയാണ് ഉണ്ടായത്. അത്തരത്തിൽ മത്സരിക്കാനുള്ള അവസരം ഈ പ്രതിനിധിക്ക് ഉണ്ടായി, DL കരടിനുണ്ടായി. ഏതായാലും അദ്ദേഹം അത് മത്സരരംഗത്തേക്ക് വരികയും ചെയ്തു. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തോടുള്ള CPM സമീപനമെന്നാണ് അറിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിൽ പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നു, പാർട്ടി തകർച്ചയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും ക്രമാനുഗതമായി വലിയൊരു വളർച്ചയെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലെങ്കിലും ക്രമാനുഗതമായി പാർട്ടി അംഗങ്ങളുടെ എണ്ണം കൂടുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ നിന്നാണ് ഇത്തരമൊരു എതിർപ്പ് ഈ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വച്ച പാനലിനെതിരെ ഉണ്ടായെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സജിത്ത്.
യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സമ്മേളനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, പാർട്ടി കോൺഗ്രസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വോട്ടെടുപ്പിന് ശേഷം അതിന്റെ റിസൾട്ടിനുള്ള കാത്തിരിപ്പുണ്ട്. അതിനുശേഷം പുതിയ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണാം. അരുൺ, ഇനി അവശേഷിക്കുന്ന നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? പൊതുസമ്മേളനം എപ്പോൾ ആരംഭിക്കും? പുതിയ ജനറൽ സെക്രട്ടറി എപ്പോൾ മാധ്യമങ്ങളെ കാണും? ഉച്ചഭക്ഷണത്തിന് സമ്മേളനം പിരിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം, സൂചനകളും. അതായത് ഈ വോട്ടെടുപ്പ് വന്നുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ നടപടിക്രമങ്ങൾ നീണ്ടുപോയത്, അല്ലെങ്കിൽ ഈ ഉച്ചഭക്ഷണത്തിന് മുമ്പ് തന്നെ സമ്മേളന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിരുന്നു. ഈ കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ആ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് പുതിയ ജനറൽ സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും തെരഞ്ഞെടുക്കൽ, ഇത് രണ്ടുമായിരുന്നു പ്രധാനപ്പെട്ട അജണ്ട. അതിനുശേഷം വൈകിട്ട് വലിയ വമ്പിച്ച ഒരു റാലിയും അതുപോലെ തന്നെ പൊതുസമ്മേളനവുമാണ് CPM ആസൂത്രണം ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന്റെ സാഹചര്യത്തിൽ ഈ തീരുമാന നടപടികൾ വൈകിയേക്കും. ഏതായാലും ജനറൽ സെക്രട്ടറിയായിട്ട് സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി MA ബേബി തന്നെ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കും. പ്രകാശ് കാരാട്ടിന് ശേഷം അദ്ദേഹം ഒരു അർദ്ധ മലയാളി എന്ന് വേണമെങ്കിൽ പറയാം. EMSന് ശേഷം പൂർണ്ണ മലയാളിയായ ഒരാൾ CPMന്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നു. അതും ദേശീയ തലത്തിൽ നിരവധി വർഷം പ്രവർത്തിച്ച് പരിചയമുള്ള കേന്ദ്ര കമ്മിറ്റിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ മുഖ്യമന്ത്രി പിണറായി വിജയനും ഏതാണ്ട് 9 വർഷം മുമ്പ് കേന്ദ്ര കമ്മിറ്റി നേതാവാണ് MA ബേബി. അത്തരത്തിൽ പരിചയസമ്പന്ന നേതാവിനെ തന്നെ CPM അവരുടെ ഏറ്റവും വിഷമം പിടിച്ച കാലഘട്ടത്തിൽ, ഏറ്റവും വെല്ലുവിളികൾ പാർട്ടി ദേശീയതലത്തിൽ നേരിടുന്ന കാലഘട്ടത്തിൽ പാർട്ടിയെ നയിക്കാൻ ചുമതലപ്പെടുത്തുകയാണ്. MA ബേബിയെ തെരഞ്ഞെടുത്തുള്ള പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകും. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി സമ്മേളനം പിരിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന. പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നുമുണ്ട്. അതിനുശേഷമാകാം ഈ PB തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പൊക്കെ ഒക്കെ ഈ ഉച്ചഭക്ഷണത്തിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പ്രതിനിധികൾ സംസാരിച്ചപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും CPM മധുര പാർട്ടി കോൺഗ്രസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തുകൊണ്ട് പുതിയ നേതൃത്വമായിരിക്കും ഇനി CPMനെ നയിക്കുക. MA ബേബിയെ പോലെ കേരളത്തിൽ നിന്നും EMSന് ശേഷം മറ്റൊരു വ്യക്തി കൂടി, മലയാളിയായ മറ്റൊരു ജനറൽ സെക്രട്ടറി കൂടി ഉണ്ടാവുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. CPMലെ